എല്ലാ പ്രേക്ഷകർക്കും പതിവ് പോലെ അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്ന വീഡിയോ അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ ചാനലിൽ അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് നാം വിശദമായ വീഡിയോ ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ നക്ഷത്രങ്ങളെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് ഈ ചാനലിൻ്റെ അകത്ത്. ഇന്ന് നാം നോക്കുന്നത് അശ്വതി നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടതും അശ്വതി നക്ഷത്രക്കാരുടെ ഏറ്റവും അടുത്ത ആളുകളും ആ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. എല്ലാവരും കേൾക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേദ ജ്യോതിഷത്തിലെ ആദ്യ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആദ്യത്തെ നക്ഷത്രം എന്ന ഒരു പ്രാധാന്യവും തീർച്ചയായിട്ടും ഇതിനുണ്ട്. ഇത് മേടരാശിയിൽ ഉൾപ്പെടുന്നു. 0 മുതൽ 13.20 ഡിഗ്രി വരെ ഇത് വിസ്തരിച്ചിരിക്കുന്നു. അശ്വതി നക്ഷത്രം വേദ ജ്യോതിഷത്തിൽ ദ്രുതഗതിയിലുള്ള തുടക്കം, ചൈതന്യം, ശക്തി എന്നിവയുടെ പ്രതീകമാണ്. ഈ നക്ഷത്രക്കാർ ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാൽ അത് അതിവേഗം തീർത്ത് വരും, അല്ലെങ്കിൽ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തനിക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ളവരും ശേഷിയുള്ളവരുമാണിവർ. നക്ഷത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. നക്ഷത്രത്തിൻ്റെ ചിഹ്നം അശ്വങ്ങളാണ്, അതായത് കുതിരകളാണ്. ആ ചിഹ്നം തന്നെയാണ് നമ്മളുടെ ചാനലിൽ നമ്മൾ നൽകിയിരിക്കുന്നതും. അത് വേഗതയെയും ശക്തിയെയും പ്രതിദാനം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞു, ഈ നക്ഷത്രത്തിൻ്റെ ആളുകളിൽ ആ ശക്തിയും വേഗതയും ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളും വിജയങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് കരുതലായ ഒരു തുടക്കം, ദൃഢമായ പ്രവർത്തനം എന്നിവയുടെയൊക്കെ ഒരു പ്രതീകമാണ്. കാരണം കുതിരകൾ കരുതലോടെ ശ്രദ്ധാപൂർവമാണ് സഞ്ചരിക്കുന്നത്. അത് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവ സവിശേഷതകളിലും നമുക്കത് ദൃശ്യമാകുന്നു. അടുത്തതായിട്ട് അധിപതി, അശ്വതി നക്ഷത്രത്തെ കേതു ആണ് നിയന്ത്രിക്കുന്നത്. അത് ആത്മീയതയുടെയും അശ്വരതയുടെയും ഒക്കെ ചിഹ്നമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള ഊർജ്ജസ്വലരായ വ്യക്തികൾ, മറ്റുള്ളവർക്ക് പ്രചോദനമായ വ്യക്തികൾ, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ദ്രുതഗതിയിൽ പൂർത്തിയാക്കി വിജയിപ്പിക്കുന്ന ആളുകൾ എന്നിങ്ങനെ നമുക്കവരെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാം. ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ അശ്വതി നക്ഷത്രം. അതിനാൽ ഇവർ സാധാരണയായി ദയാഭക്തി ഉള്ളവരായിരിക്കും. പരോപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിതനുമാകാനുള്ള ശേഷി ഇവർക്കുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങളെ അർത്ഥവത്തായി അതിൻ്റെ യഥാർത്ഥ അന്തസത്തയോടെ ഉൾക്കൊള്ളാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട അശ്വതി നക്ഷത്രക്കാരെയും, നിങ്ങൾ ഒരു അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ആളാണെങ്കിൽ നിങ്ങളെയും കുറിച്ച് നോക്കുമ്പോൾ അറിയാം, എപ്പോഴും മറ്റുള്ളവരുടെ അനുകമ്പ തോന്നുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ കാണപ്പെടും. അങ്ങനെ ആയിരിക്കും നിങ്ങൾ. ഇവർക്ക് നല്ല വികാസവും ആശയങ്ങൾ പുതുക്കൽ ഉള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കരിയറിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആകസ്മികമായ, പെട്ടെന്നുള്ള, ചിന്തിക്കാതെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വിധിയുണ്ടാകും. അത്തരം നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ ചില കുഴപ്പങ്ങളിൽ എത്തിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്.
വലിയ തരത്തിലുള്ള ഗുണധർമ്മങ്ങൾ ഉള്ള വ്യക്തികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള താല്പര്യവും പോലെ തന്നെ വേഗതയും നിർണയശേഷിയും ഉള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ച് സിദ്ധാന്തങ്ങളും ആശയങ്ങളും തീരുമാനങ്ങളും ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് മഹത്തായ കഴിവ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിൽ വലിയ സപ്പോർട്ട് ചെയ്യും. കാരണം മറ്റുള്ളവർ ധാരാളം സമയമെടുത്തൊരു കാര്യം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അതിവേഗം ഒരു കാര്യത്തെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള വ്യക്തിപരമായ നിലവാരമുള്ളത് കൊണ്ട് തന്നെ എന്താണ് ചുറ്റുവട്ടം സംഭവിക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ വിജയവും നൽകും. ധൈര്യവും ആദ്യം കൈമാറാനുള്ള മനസ്സും മറ്റുള്ളവർക്ക് വേണ്ടി ആദ്യം സഹായത്തിന് ഓടിയെത്തുവാനുള്ള ഒരു മനോസ്ഥിതിയും അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതിസന്ധി തരണം ചെയ്ത് അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. മാത്രമല്ല ശാരീരിക മാനസിക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇവർക്ക് നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും ഉള്ളവരായിരിക്കും പൊതുവെ. ഇവരെ കണ്ട് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന, സ്ത്രീ ആയാലും പുരുഷനായാലും ആഗ്രഹിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അതായിട്ട് ഇവരുടെ നമുക്ക് മാനസിക ഗുണങ്ങളിലേക്ക് പോകാം. മാനസിക വശങ്ങളിൽ വിചാരശേഷിയുള്ളവരാണ്. ഓരോ കാര്യത്തെയും അതിൻ്റെ മുന്നും പിന്നും അറിഞ്ഞ് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒരു കഴിവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്തത്തോടെ ഈ കാര്യങ്ങൾ ചിട്ടയായ രീതിയിൽ നടത്താൻ കഴിവുള്ള ഇവരുടെ കഴിവാണ് സത്യത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാരെ ജീവിതത്തിൽ രക്ഷിക്കുന്നത്. ഇവരൊരു ഭവനത്തിലുണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ ആ ഭവനം അടുക്കും ചിട്ടയോടെയും മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നേതൃത്വത്തിലേക്ക് ഇവർ എത്തും. ഇവർക്ക് നല്ല ഒരു നേതൃത്വ പാഠവുമുണ്ട്. കാരണം കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യുവാനുള്ള ശേഷിയുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്ത് ഇവർ മുന്നിലേക്കെത്തും. ചിലപ്പോൾ വേഗത്തിൽ വിഷമം ഉണ്ടാകുകയും വേഗത്തിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവക്കാരാണ്. വളരെ പെട്ടെന്ന് വൈകാരികമായ ചില തീരുമാനങ്ങൾ ഇവർ എടുക്കും. പലതും ഇവരെ പ്രതിസന്ധിയിലാക്കാറുണ്ട്. പക്ഷേ ആത്യന്തികമായ സത്യം ഇവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവരുടെ കുറവുകൾ എന്ന് പറയുന്നത് അധിക വേഗതയും കാര്യങ്ങൾ പൂർണ്ണമായി ആലോചിക്കാതെ എടുത്ത് ചാട്ടം ഉണ്ടാകുമ്പോഴും ഇവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. കാരണം കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചെന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന സ്വഭാവക്കാരാണിവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശം എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. ഓടിച്ചാടി ഒരു തീരുമാനവും ഒരിക്കലും കൈക്കൊള്ളാതിരിക്കുക എന്നുള്ളത് ഇവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഉണ്ടായ നിരവധിയായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉദാഹരണങ്ങൾ തന്നെയായിട്ടുണ്ടാകും. പെട്ടെന്ന് ചാടിപ്പുറപ്പെടേണ്ട, അതിവേഗത ആപത്താണ്. ഓരോന്നും അതിൻ്റെ സമയമെടുത്ത് പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ചെയ്യുക. കാരണം ജീവിതത്തിൽ നിങ്ങളുടെ പഠനം ആവശ്യമാണ്. നമുക്ക് വ്യവസായം, കരിയർ എന്നീ മേഖലകൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ ചിട്ടയുള്ള നേതാക്കന്മാർ തന്നെയാണ്. അവർക്ക് ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് അതിവേഗതയിൽ ചെയ്യുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം ബിസിനസ്, തൊഴിൽ മേഖലയിൽ എന്നിവയ്ക്കൊക്കെ വലിയ വിജയം നേടാൻ കഴിയും. സാങ്കേതികവിദ്യയിലും വൈദ്യശാസ്ത്രം, വ്യാപാരം, കായിക മേഖല എന്നിവയിൽ പോലും ശക്തമായ വളർച്ച നേടും. ഓരോ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ഓരോ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനും രോഗം നിർണ്ണയിക്കുന്നതിനൊക്കെ ഇവരാ മേഖലയിലാണെങ്കിൽ ശേഷിയുണ്ടാവും. അതുപോലെ ഓരോ മേഖലയിലെ ഓരോ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിവേഗതയിൽ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുമ്പോൾ സ്വാഭാവികമായും കരിയറിലും ബിസിനസ്സിലുമൊക്കെ ഇവർ വിജയിക്കും. ഇവർ നല്ല വ്യക്തി ജീവിതം നയിക്കുന്നവരാണ്. ഇവർക്ക് നല്ല ബന്ധങ്ങൾ പുലർത്താൻ കഴിയും. പക്ഷേ ഇവർ ബന്ധത്തിൽ മൂല്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ മൂല്യമില്ലാത്ത ആളുകളിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ ഇവരെ വേദനിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബന്ധം നിലനിർത്തുന്നവരല്ല അശ്വതി നക്ഷത്രക്കാർ. അവർ മൂല്യമുള്ള ബന്ധമാണ് നോക്കുന്നത്. ചിലപ്പോൾ വേഗതയിലെടുക്കും, ചിലപ്പോൾ അതുപോലെ തന്നെ വഴക്കിട്ട് ഇവർക്ക് പറ്റാത്ത ആളുകളാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇവർ പിന്മാറുകയും ചെയ്യും. ആരോഗ്യവശങ്ങൾ എടുക്കുമ്പോൾ നല്ല ആരോഗ്യസ്ഥിതിയുള്ളവരായിരിക്കും, ശാരീരിക സൗന്ദര്യം ഉള്ളവരായിരിക്കും. തലവേദന, പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായേക്കാം. പൊതുവേ നല്ല ആരോഗ്യമുള്ളവരായിട്ടാണ് പറയുന്നത്. ആരാധന ദേവത എന്ന് പറയുന്നത് അശ്വിനി കുമാരന്മാരാണ്, ഇരട്ട ദേവന്മാരാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവതയാണ്. ഇവർക്ക് ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്യപ്പെടും. എല്ലാ ചൊവ്വാഴ്ചകളിലും മംഗളനാഥനെ, ഹനുമാൻ, സുബ്രഹ്മണ്യൻ
ഇവരെയൊക്കെ ആരാധിക്കുന്നത് നല്ലതായിരിക്കും. ഈ കേതുവിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ശാന്തതയും ആത്മീയതയും നിങ്ങൾ വരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. ഗായത്രി മന്ത്രം ജപിക്കുക, ഹനുമാൻ്റെ ആരാധന നടത്തുക, അല്ലെങ്കിൽ ഇല കെട്ടി ദാനം ചെയ്യുക എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ്. സാർവത്രിക സന്ദേശം എന്നുള്ള നിലയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുകളും ചായ്വുകളും ഒക്കെ ഉപയോഗിച്ച് വലിയ വിജയങ്ങൾ നേടാം. എന്നാൽ മാനസികമായുണ്ടാകുന്ന ചില ഒറ്റപ്പെടലുകളും ചില വൈകാരികമായ പ്രതിസന്ധികളെയും തരണം ചെയ്യുക, ക്ഷമയോടെ മുന്നോട്ട് പോവുക. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.